ഹേ ഗായ്സ്, പാസ്റ്റ് ഫ്യൂ മന്ത്സായിട്ട് ലൈഫ് ആകെ എം ടി ആയൊരു ഫീലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുന്ന പോലെ മൈൻഡൊക്കെ ആകെ ഒരു ഹോളോ സ്റ്റേറ്റിലായിരുന്നു. മൈൻഡൊന്ന് ക്ലിയർ ആക്കാനായിട്ട് പുറത്തെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു. വെളുപ്പിന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് റൈഡ് അടിച്ചു. അവിടെ നിന്നൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നീട് കൂടുതലൊന്നും ആലോചിച്ചില്ല. തിരിച്ച് നേരെ വീട്ടിൽ വന്നു. പഴയ ബാഗൊക്കെ തപ്പിയെടുത്തു. പിന്നെ പാക്ക് ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് ടിക്കറ്റ്സ് ഒന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. തൽക്കാലമാണ് എടുത്തത്. അതും സ്ലീപ്പറാണ് കിട്ടിയത്. സോ ജേണിയൊക്കെ എന്തായാലും ആകെ റഫായിരിക്കും. 10 to 15 ഡേയ്സെങ്കിലും മിനിമം സ്പെൻഡ് ആവും. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഔട്ട്ഫിറ്റ്സൊക്കെ മാക്സിമം എടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും അഥവാ വേണമെങ്കിൽ ഓൺ ദ വേ ഷോപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ മാൻഡറ്ററി ആയിട്ട് എൻ്റെ ഗോപ്രോയും പവർ ബാങ്കും മാക്രോ ലെൻസും ഗ്രിപ്പും മൗണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. എന്തായാലും ഇത്ര ലോങ് ട്രാവൽ ചെയ്യുന്നതല്ലേ, ഫ്രീ ടൈമൊക്കെ ഫോണിൽ നോക്കിയിരിക്കാനൊരു മടി. ഞാനതുകൊണ്ടൊരു ബുക്ക് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പോകുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമാറ്റിക് കണ്ടീഷനെ കുറിച്ച് കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും 2 ഗ്ലൗസും പഴയൊരു ബീനിയൊക്കെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ബാഗൊക്കെ ഇപ്പോൾ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് എസെൻഷ്യൽസും സ്കിൻ കെയറും കൂടെ എടുക്കാനുണ്ട്. ഇതോടുകൂടി ഫുൾ പാക്കിങ്ങും കഴിഞ്ഞു. പിന്നെ ഈ ഒരു വാച്ച് ഇതെനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. രാവിലെ ആയപ്പോൾ ഞാൻ എന്തായാലും ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു റെഡിയായി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇന്ത്യൻ റെയിൽവേൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല. ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. കുറച്ച് നേരം ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിയെങ്കിലും അത് കാരണം ട്രെയിൻ എനിക്ക് മിസ്സായില്ല. അങ്ങനെ ഗൈസ് ഫൈനലി എനിക്ക് പോകേണ്ട ട്രെയിനും വന്നു. ആൾക്കാരൊക്കെ അവരവരുടെ ബോഗി നോക്കി ഓടിക്കയറുന്ന തിരക്കിലായിരുന്നു. ഞാനും അങ്ങനെ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. ആലപ്പുഴയോട് ബായ് പറഞ്ഞു. ട്രെയിനിൽ കയറി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. ഇനി എന്തായാലും അങ്ങോട്ട് ട്രെയിനിലെ ഫുഡൊക്കെ ശോകമായിരിക്കുമല്ലോ. ഈവനിങ് ഒരു ബുക്കൊക്കെ വായിച്ചിരുന്നപ്പോഴത്തേക്കും കിടക്കാനുള്ള ടൈമായി. ഇതുവരെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് ഗസ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.